ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതേപോലെയുള്ള റോസാപ്പൂക്കളെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും കരുതുന്നുണ്ടാവും എങ്ങനെയാണ് ഈ ചെടികളിൽ ഇതേപോലെയൊക്കെ റോസാപ്പൂക്കൾ ഉണ്ടാകുന്നതെന്ന്. എന്നും റോസാപ്പൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം പെട്ടെന്ന് ഓടി വരുന്ന ചുവന്ന റോസാപ്പൂക്കളാണ് ഈ കാണുന്നത്. റോസാ ചെടികളെക്കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കളായിട്ട് നമുക്ക് എന്നും കാണാൻ തന്നെ കഴിയും. പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ വേണം നമ്മുടെ റോസാക്കുട്ടിയെ കാണാനായിട്ട് കേട്ടോ. റോസാ ചെടി ബാക്കി എല്ലാ ചെടികളിൽ നിന്നും ഒരുപാട് കെയർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചെടിയാണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് മഴക്കാലത്ത് പ്രധാനമായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് കേട്ടോ നമ്മുടെ ചെടിയുടെ ഇലകളിൽ കറുത്ത പുള്ളികൾ ഇങ്ങനെ വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇലകൾ കൊഴിഞ്ഞു പോവുകയും അങ്ങനെ പതിയെ പതിയെ നിന്ന് നമ്മുടെ ചെടി നശിച്ചു പോവുകയും ചെയ്യും. ഇത്തരം ഇലകളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റിയിട്ട് അവിടെ സാഫ് പോലെയുള്ള ഫംഗിസൈഡ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ മുരടിച്ച ഭാഗമൊക്കെ ചെടിയിലുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയിട്ട് അവിടെയും നമ്മൾ ഫംഗിസൈഡ് കൊടുക്കണം. നമ്മുടെ റോസാ ചെടി പ്രൂൺ ചെയ്തെടുക്കുമ്പോൾ നല്ല സാനിറ്റൈസ് ചെയ്ത കട്ടർ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് വന്ന ആ കമ്പിൻ്റെ അടിഭാഗം ഫംഗൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് കരിഞ്ഞു വരുന്നതായിട്ട് കാണാം. അതോടൊപ്പം നമ്മുടെ ആ ചെടി വളരെ പെട്ടെന്ന് തന്നെ നശിച്ചും പോകും. റോസാ ചെടിയിൽ പ്രധാനമായും കണ്ടുവരുന്നതാണ് ഇലപ്പേനിൻ്റെ അറ്റാക്ക്. ഈ ഇലപ്പേനിൻ്റെ അറ്റാക്ക് മൂലം നമ്മുടെ ചെടികൾ നശിച്ചു പോവാൻ വളരെ വലിയൊരു കാരണമാണ് കേട്ടോ. ഇലപ്പേനുകൾ നമ്മുടെ ചെടിയുടെ തളിരിലയിലും മറ്റ് നല്ല നല്ല ഇലകളിലും ഒക്കെ കയറി ഇരുന്നിട്ട് ആ ചെടിയുടെ ഇലയുടെ നീര് വലിച്ചു കുടിച്ച് ഇലകളുടെ നിറം മങ്ങിപ്പോകുന്നതാണ് കേട്ടോ നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. അതുപോലെ തന്നെ ഈ പൂക്കളുടെ പൂമൊട്ടുകൾ വിരിയാതിരിക്കുക, പകുതി കടിച്ച പോലെയൊക്കെ ആയിട്ട് നിൽക്കുന്ന പൂമൊട്ടുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിയാൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഇത്തരം ഇലപ്പേനുകളെ കണ്ടെത്താനായിട്ട് കഴിയുന്നത്. ഇലയുടെയൊക്കെ അടിഭാഗത്ത് ഒരുപാട് ഇങ്ങനെ ഇലപ്പേൻ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും വേപ്പെണ്ണയോ അല്ലെങ്കിൽ സോപ്പ് കലർന്ന ലായനി കൂടാതെ കോൺഫിഡറൊക്കെ ഒരാഴ്ചയിലൊക്കെ വൈകുന്നേരങ്ങളിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അതുമല്ലെങ്കിൽ എക്സോഡസ് നമുക്ക് ഈ ഒരു എല്ലാത്തരം പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. എക്സോഡസ് നമ്മുടെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷനും ഇലപ്പേനുകളുടെ പ്രശ്നങ്ങളും കൂടാതെ നമ്മുടെ ചെടിയിലൊക്കെ നിറയെ പൂക്കൾ വരാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെ ദിവസം ഒരു 6-8 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മുടെ റോസാ ചെടിയെ വെക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് കനത്ത വെയിലല്ല, അത്തരം കനത്ത വെയിലുകൾ മാത്രം ലഭിക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ ഇലകൾ ഇങ്ങനെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. വെയിലില്ലാത്ത ഭാഗത്തൊക്കെ നമ്മുടെ ചെടി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് നമുക്കധികം പൂക്കളൊന്നും തരില്ല. നമ്മുടെ ചെടിയുടെ കമ്പുകൾ വെറുതെ ഇങ്ങനെ കനം കുറഞ്ഞിട്ട് നീണ്ട് പോവുക മാത്രമാണ് ഉണ്ടാകുന്നത്. ഒരുപാട് ചൂട് കൂടിയ കാലാവസ്ഥയിലൊക്കെ നമ്മുടെ ചെടിക്ക് വളരാനായിട്ട് വളരെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിതമായ കാലാവസ്ഥയിൽ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ റോസ്. ചൂട് കൂടിക്കൂടി വരുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ ഇലകൾ മാത്രമല്ല മൊട്ടുകളും കരിഞ്ഞ് വിരിയാതെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക കേട്ടോ. നമ്മൾ നല്ല ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ ചെടിയുടെ അടിയിൽ ഒരു 2 ഇഞ്ചൊക്കെ മാറ്റിയിട്ട് നമുക്ക് പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കൂടാതെ ചെടിയുടെ ഏറ്റവും അടിയിൽ വെള്ളം എത്തുന്ന രീതിയിൽ അത്രയും നല്ല രീതിയിൽ തന്നെ ചെടിയുടെ അടിയിലേക്ക് വെള്ളം ഒഴിക്കുകയും ചെടിയുടെ ഇലകളിലേക്കും പൂമൊട്ടിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളൊന്ന് വെള്ളം കൈകൊണ്ട് കുടഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. റോസാ ചെടികളെക്കുറിച്ച് എത്രയൊക്കെ വീഡിയോസ് എടുത്ത് എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം ഒരുപാട് കെയറും കാര്യങ്ങളും ആവശ്യമായിട്ടുള്ള നല്ലൊരു ചെടിയാണിത്. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി ചെടിയെ സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ നമുക്ക് നിറയെ പൂക്കൾ ദിവസവും തരുന്ന നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.